ഹായ് മക്കളെ, അപ്പോൾ പുതിയൊരു PYQ ആയിട്ട് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. അതായത് ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയാം, പക്ഷെ അതിന്റെ മുന്നേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ മക്കളെ, നോക്ക്, ഒന്നുമില്ല, ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ABCD എന്ന് പറയുന്നൊരു കോഡിലേറ്ററിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. കോഡിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 സൈഡുള്ള ഒരാൾ. ഒരു 4 സൈഡുള്ള ഒരു കോഡിലേറ്റർ ഞാൻ വരയ്ക്കുകയാണ്. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാണ് ABCD, 4 സൈഡിലുള്ള ഒരാൾ, അതാണ് കോഡിലേറ്റർ. അപ്പൊ അതിൽ ADC തന്നിട്ടുണ്ട്. എത്രയാണ്? 70 ഡിഗ്രി. ഈ ADC നോക്കടാ, 70 ഡിഗ്രിയാണ് ADC അല്ലെ, 70 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ACB എന്ന് പറയുന്ന സമയത്ത് നോക്കടാ, ACB എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് അല്ലെ. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് വരയ്ക്കണം? ഒരു ഡയഗണൽ നമ്മൾ വരയ്ക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാനൊരു ഡയഗണൽ, ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ചു. കണ്ടോ, ഒരു ഡയഗണൽ ഞാൻ വരച്ചു. അപ്പൊ അതില് ACB കണ്ടോ, ഈ ആംഗിൾ എത്രയും തന്നിട്ടുണ്ട്? 10 ഡിഗ്രി ആണെന്ന് തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ളത്? 10 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. ഒരു ബുദ്ധിമുട്ടില്ല. ACB 10 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് BAD എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ BAD, ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്ര തന്നിട്ടുണ്ട്? 110 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അതേപോലെ വേറൊരു കാര്യം തന്നിട്ടുണ്ട്. ഈ ACD നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ACD എന്താണ്? 70 ഡിഗ്രി. എത്ര ആൾക്കാർക്ക് ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് തന്നെ ആൻസർ കിട്ടി എന്നുള്ളതൊന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞേ, ഞാൻ നോക്കട്ടെ എത്ര ആൾക്കാർക്ക് കിട്ടി എന്നുള്ളത്. ഓക്കെ, കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ കണ്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസിന്റെ ഒരു ഐഡിയ ഇനി ചെയ്യാൻ നമുക്ക് ഉണ്ടായിരിക്കണം. അത്രേ ഉള്ളൂ ഡീല്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കണം, ACB 70 ആണ്, മറ്റേത് 10 ആണ്. ഇവിടെ കംപ്ലീറ്റ്ലി ഈ BAD എന്ന് പറയുന്ന ആൾ എത്രയാണ്? 110 ഡിഗ്രി ആണ് തന്നിട്ടുണ്ട്. എടാ അവിടെ നിൽക്കട്ടെ, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത് 70 ആണെങ്കിൽ ഈ ട്രയാങ്കിൾ മാത്രം നോക്കുകയാണെങ്കിൽ, ഈ ട്രയാങ്കിൾ മാത്രം നോക്കുകയാണെങ്കിൽ ഇത് ട്രയാങ്കിൾ 40 ഡിഗ്രിയാണ്. എന്താ കാരണം? ഒരു ട്രയാങ്കിൾ ആണെങ്കിൽ ടോട്ടൽ സം ഓഫ് ആംഗിൾസ് എത്ര വരുള്ളൂ? 180 ഡിഗ്രി വരുള്ളൂ. അപ്പൊ അതിൽ ഇവിടെ 70 + 70 140 വന്നു കഴിഞ്ഞു. അപ്പൊ ബാക്കിയുള്ളത് ഇവിടെ എത്ര വരേണ്ടത്? എത്രയാണ്? ഇവിടെ 40 ഡിഗ്രിയാണ് വരേണ്ടത്. ഞാൻ പറയുന്നത് ശരിയാണോ? ശരിയാണ്. ഇനി ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താ മക്കളെ? CAB, ഈ ഒരു മെഷർ ആണ് ചോദിച്ചിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാനുള്ള വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഈ BAD കംപ്ലീറ്റ് ആയിട്ട് എത്രയും തന്നിട്ടുണ്ട്? 110 ഡിഗ്രിയാണ് തന്നിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി 40 വന്നു കഴിഞ്ഞു. അപ്പൊ ഈ ബാക്കിയുള്ള ആംഗിൾ എത്ര മക്കളെ വരിക? 70 ഡിഗ്രി. കണ്ടോ, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ, 2 വർഷം മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. എത്ര ആൾക്കാർക്ക് ഞാൻ ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ ആൻസർ 70 ഡിഗ്രി കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നൊന്ന് കമന്റ് ചെയ്തേ, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇനിയും നമ്മൾ PYQ സീരീസുമായിട്ട് നമ്മൾ ഇനി വീണ്ടും കാണും. നമ്മൾ എന്ത് ചെയ്യുക, ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സാംസിന് വേണ്ടി കൊടുക്കുക. അതിനൊരു ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ഫ്യൂച്ചറിലാണെങ്കിലും ഈ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതി കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് കൊണ്ടാണെങ്കിലും നിങ്ങൾക്ക് എന്തുണ്ടാവും, ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഇനിയും നമ്മൾ കാണും. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം.